ലാലേട്ടൻ അനീഷിനോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടെന്നുള്ള ഒരു പ്രമോയാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാലേട്ടൻ PR-ൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അനീഷിനോട് തർക്കിക്കുകയും അനീഷ് തിരിച്ച് എനിക്ക് PR എന്താണെന്ന് പോലും അറിയില്ല എന്ന് അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ആഴ്ച ആരായിരിക്കും ഔട്ടാവാൻ ചാൻസ് കൂടുതലെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പ്രമോയുടെ തുടക്കം തന്നെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ അനീഷിനോട് പെരുമാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് 5 വർഷമായില്ലേ അനീഷ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടി ഓടി നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇതുവരെയും അനീഷിന് PR എന്താണെന്ന് അറിയില്ലേ എന്നാണ് ലാലേട്ടൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല, ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടന് ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണ് ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കുന്നതും. അതിനൊക്കെ അനീഷിന് എന്താണ് പറയേണ്ടത്? അനീഷിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്ന ഒരു നിമിഷമാണ്. ഷാനവാസിൻ്റെ മുഖത്തും ഒരു ചെറിയൊരു പതർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും പ്രമോയിലില്ല. ബിന്നിനെയും അനീഷിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ബിന്നിനെ എണീപ്പിച്ച് നിർത്തിയതിൻ്റെ കാര്യം പ്രമോയിൽ പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും പ്രമോ വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും ഒരു വീഡിയോ അപ്പോൾ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മടിക്കാണ്ട് തന്നെ. അപ്പോൾ ലാലേട്ടൻ്റെ ഇന്നത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഒരാൾ ഔട്ടാവുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മത്സരാർത്ഥികൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഔട്ടാവില്ല, ഇന്ന് ആരും തന്നെ ഔട്ടാവില്ല. പക്ഷേ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒരാൾ ഔട്ടാവാൻ കുറച്ച് ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ അതിനും വലിയ ഉറപ്പൊന്നും വെക്കേണ്ട. ചിലപ്പോൾ നോ എവിക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി പണപ്പെട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് ടു ഫിനാലിനെയൊക്കെ എന്തായാലും ഒരു 10 കണ്ടസ്റ്റൻ്റെങ്കിലും വേണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 10 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തായാലും എവിക്റ്റ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.